പ്രിയമുള്ളവരെ, രാഹുൽ മാങ്കൂട്ടത്തിലും ഷാഫി പറമ്പിലുമൊക്കെ ആരോപിച്ചതുപോലെ ഒരു CJP മുന്നണി കേരളത്തിൽ നിലനിൽക്കുന്നു എന്ന് തോന്നുന്ന വിധത്തിലാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പെരുമാറ്റവും സമീപനങ്ങളുമൊക്കെ. അതിലേറ്റവും പ്രധാനപ്പെട്ടത് അയ്യപ്പ സംഗമം നടക്കുമ്പോൾ കേരളത്തിലെ മുഖ്യമന്ത്രി, മതേതര പാരമ്പര്യമുള്ള CPM-നെ പ്രതിനിധീകരിക്കുന്ന കേരളത്തിൻ്റെ മുഖ്യമന്ത്രി അടുത്ത കാലത്ത് ഒരുപാട് വർഗീയ പരാമർശങ്ങൾ നടത്തിയ വെള്ളാപ്പള്ളി നടേശനൊപ്പം തൻ്റെ ഔദ്യോഗിക വാഹനത്തിൽ പോയി അയ്യപ്പ സംഗമം ഉദ്ഘാടനം ചെയ്യുന്നു എന്നതുമായി ബന്ധപ്പെട്ടാണ്. അയ്യപ്പ സംഗമത്തെ സംബന്ധിച്ച് ആർക്കും എതിരഭിപ്രായമൊന്നുമില്ല. കാരണം അത് ഒരു മതവിശ്വാസത്തിൻ്റെ ഭാഗമാണ്. മതവിശ്വാസങ്ങളൊക്കെ നിലനിൽക്കുന്നത് നല്ലത് തന്നെയാണ്. പക്ഷേ തീവ്ര മനോഭാവം പ്രകടിപ്പിക്കുന്ന മിക്കപ്പോഴും ഹൈന്ദവ മുസ്ലിം വിഭാഗങ്ങൾക്കെതിരെ വളരെ മോശമായ രീതിയിൽ പ്രസ്താവനകൾ നടത്തുന്ന വെള്ളാപ്പള്ളി നടേശനൊപ്പം തൻ്റെ ഔദ്യോഗിക വാഹനത്തിൽ പോയി പിണറായി വിജയൻ അങ്ങനെ ഒരു ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുമ്പോഴാണ് സംശയങ്ങൾ ജനിപ്പിക്കുന്നത്. മാത്രമല്ല, ആ ചടങ്ങിൽ UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിൻ്റെ ആശംസ വായിച്ചു എന്നും, ഒപ്പം യോഗി ആദിത്യനാഥിൻ്റെ ഡയറക്റ്റായിട്ട് തന്നെ നേരിട്ട് തന്നെ ഈ സമ്മേളനത്തിലേക്ക് ക്ഷണിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ ചില അസൗകര്യങ്ങൾ ഉള്ളതുകൊണ്ട് വരാൻ കഴിഞ്ഞില്ല, അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ആശംസ വായിച്ചതും എന്നൊക്കെ അറിയുമ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അനുവർത്തിക്കുന്ന മതേതര നിലപാടുകളിൽ സംശയം തോന്നുക സ്വാഭാവികമാണ്. പ്രത്യേകിച്ചും ഇന്ത്യയിൽ ഒട്ടനവധി സംസ്ഥാനങ്ങളുണ്ട്. അപ്പോൾ തിരഞ്ഞുപിടിച്ച് യോഗി ആദിത്യനാഥിൻ്റെ മാത്രം ആശംസ വായിക്കുക എന്ന് പറയുന്നത് CPM തീവ്ര ഹൈന്ദവ കാർഡ് കളിക്കുവാൻ തീരുമാനിച്ചിട്ടുണ്ട് എന്ന് വ്യക്തമാക്കിയാണ്. കാരണം ഒരു തീവ്ര ഹൈന്ദവ വിഭാഗത്തിൻ്റെ വോട്ട് നേടി അധികാരത്തിലെത്തുവാൻ CPM ശ്രമിക്കുന്നുണ്ട് എന്ന് വ്യക്തമാകുന്ന രീതിയിൽ തന്നെയാണ് ഈ കളികളൊക്കെ നടക്കുന്നതെന്ന് യാഥാർത്ഥ്യമാണ്. അതായത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെയും ഷാഫി പറമ്പിൻ്റെയും CJP കമ്മ്യൂണിസ്റ്റ് ജനാധിപത്യ മുന്നണി പാർട്ടി എന്ന ആരോപണം ശരിയാകുന്നു. CPM-ഉം BJP-യും തമ്മിലുള്ള അന്തർധാരകൾ രൂപപ്പെടുന്നു എന്ന് തന്നെ നമുക്ക് വിശകലനം ചെയ്യുമ്പോൾ വ്യക്തമാകും. ഇതുമായി ബന്ധപ്പെട്ട ഏറ്റവും കൃത്യമായ വിശകലനം നടത്തുന്നത് ഉണ്ണിസാറാണ്. നമ്മുടെ നേരത്തെ റിപ്പോർട്ടിലുണ്ടായിരുന്ന, ഇപ്പോൾ ഏഷ്യാനെറ്റിലുള്ള ഉണ്ണിസാറാണ്. അദ്ദേഹം പറയുന്നത് വളരെ കൃത്യമായിട്ട് തന്നെ മനസ്സിലാകുന്ന രീതിയിലാണ്. കാരണം BJP എപ്പോഴും അവരുടെ ഇലക്ഷൻ പ്ലാനുകൾ രൂപവത്കരിക്കുക അടുത്ത 10 വർഷത്തേക്കാണ്. അതായത് BJP-യും CPM-ഉം തമ്മിൽ ഒരു അന്തർധാര രൂപപ്പെട്ടിട്ടുണ്ട്. CPM-ഉം BJP അറിഞ്ഞു തന്നെയാണ് BJP-യുടെ ഒപ്പം ചേർന്ന് നിൽക്കുന്ന തുഷാർ വെള്ളാപ്പള്ളി കൺവീനറായിട്ടുള്ള NDA ആണ് കേരളത്തിലുള്ളത്. ആ NDA-യുമായിട്ട് എപ്പോഴും സഹകരിച്ചു നിൽക്കുന്ന ഒരാളാണ് വെള്ളാപ്പള്ളി നടേശൻ. നമുക്കറിയാം, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആലപ്പുഴയിൽ ശോഭാ സുരേന്ദ്രൻ മത്സരിക്കുമ്പോൾ പ്രീതി നടേശൻ വെള്ളാപ്പള്ളി നടേശൻ്റെ ഭാര്യയാണ് ആ ശോഭാ സുരേന്ദ്രൻ്റെ എല്ലാ ഇലക്ഷൻ മാനേജ്മെൻറ്റുകളും ചെയ്തിരുന്നത്, ഒപ്പം വെള്ളാപ്പള്ളി നടേശനും. അങ്ങനെയുള്ള വെള്ളാപ്പള്ളി നടേശൻ, NDA-യുമായിട്ട് വളരെ അടുത്ത് നിൽക്കുന്ന വെള്ളാപ്പള്ളി നടേശൻ ഇപ്പോൾ പിണറായി വിജയന് വേണ്ടി രംഗത്തിറങ്ങുന്നത് BJP-യുടെ അനുവാദത്തോടു കൂടിയാണെന്ന ഒരു വിവരണമാണ് ഉണ്ണിസാർ നൽകുന്നത്. കാരണം BJP എപ്പോഴും ഒരു 10 വർഷത്തേക്കുള്ള ഇലക്ഷൻ പ്ലാനാണ് തയ്യാറാക്കുന്നത്. അങ്ങനെ 2026 ഒരിക്കൽ കൂടി CPM-നെയും ഇടതുപക്ഷ മുന്നണിയും അധികാരത്തിലേറ്റുവാൻ BJP തീരുമാനിച്ചിട്ടുണ്ട്. കാരണം അപ്പോൾ UDF തകരും എന്നാണ് BJP-യുടെ ഒരു വിലയിരുത്തൽ. മാത്രമല്ല, 2-3 പ്രാവശ്യം ഒരു സംസ്ഥാനത്ത് CPM അധികാരത്തിലിരിക്കുകയാണെങ്കിൽ പിന്നെ അവിടെ CPM ഉപ്പുവെച്ച കലം പോലെയാകും. ആ ഗ്യാപ്പിൽ BJP-ക്ക് വളർന്ന് വരാം എന്നാണ് BJP വിചാരിക്കുന്നത്. നമുക്ക് ത്രിപുരയുടെയും ബംഗാളിൻ്റെയും ഒക്കെ ഒരു അവസ്ഥ പരിഗണിക്കുമ്പോൾ, ചരിത്രം പരിഗണിക്കുമ്പോൾ അത് സത്യമാണെന്ന് വ്യക്തമാകണം. കാരണം ഒരു 3-4 തവണയൊക്കെ CPM അധികാരത്തിലിരുന്നാൽ ആ പാർട്ടിയിലെ ആളുകളൊക്കെ, അംഗങ്ങളൊക്കെ BJP-യിലോട്ട് പോകും. ബംഗാളിലും ത്രിപുരയിലുമൊക്കെ അതാണ് സംഭവിച്ചത്. CPM അനുഭാവികൾ BJP-യിലോട്ടെത്തി. അത് BJP പ്രതീക്ഷിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ BJP-ക്ക് ഒപ്പം നിൽക്കുന്ന സാമുദായിക സംഘടനകളെ, SNDP നേതാവ് വെള്ളാപ്പള്ളി നടേശനായാലും ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ NSS-ൻ്റെ ഭാഗത്ത് നിന്ന് അത്തരം പ്രസ്താവനകൾ ഉണ്ടാകുന്നു. അപ്പോൾ അവരെയൊക്കെ BJP CPM-ന് ദാനം ചെയ്യുകയാണ് എന്ന രീതിയിൽ തന്നെയാണ് ഉണ്ണിസാറിൻ്റെ നിഗമനം വരുന്നത്. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിലും UDF-നെ പരാജയപ്പെടുത്തുക, അങ്ങനെ CPM-നെ ഒരിക്കൽ കൂടി അധികാരത്തിലെത്തുക. അപ്പോൾ CPM-ൻ്റെ ഒരു അണികൾ, CPM-ൻ്റെ ഭരണത്തിലുള്ള അവസ്ഥയൊക്കെ മടുത്ത്, CPM-ലെ ഈ ഗുണ്ടായുസമൊക്കെ മടുത്ത് BJP-യിലെത്തും. മാത്രമല്ല, ലീഗ് UDF വിട്ടുപോകും. കാരണം ലീഗിന് ഇനി ഭരണമില്ലാതെ നിലനിൽക്കാൻ കഴിയില്ല. 3 പ്രാവശ്യം പ്രതിപക്ഷത്തിരുന്നാൽ ലീഗിൻ്റെ അണികൾ, അവരുടെ MLA-മാർക്ക് കാര്യങ്ങളൊന്നും അണികൾക്ക് ചെയ്തു കൊടുക്കാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടാകും. അങ്ങനെ അവർ UDF വിട്ട് LDF-ലെത്തും. അങ്ങനെ UDF ഛന്ന ഭിന്നമാകും, നാമാവശേഷമാകും. ആ ഗ്യാപ്പിലോട്ട് 2036 BJP-ക്ക് അധികാരത്തിലെത്താം എന്ന ഒരു നിഗമനത്തിലാണ് BJP-യും CPM-ഉം ഒന്നിച്ച് രാഹുൽ മാങ്കൂട്ടത്തിലും ഒപ്പം ഷാഫി പറമ്പിലും ആരോപിച്ചതുപോലെ ഒരു CJP മുന്നണി കേരളത്തിലുണ്ട് എന്ന രീതിയിലാണ് സ്ഥിതിഗതികൾ വിശകലനം ചെയ്യുന്നത് ഉണ്ണിസാർ. എൻ്റെയും ഒരു വിശകലനത്തിൽ അങ്ങനെ തന്നെയാണ് വരുന്നത്. കാരണം ഒരു അടിയൊഴുക്ക് കോൺഗ്രസിനെ പരാജയപ്പെടുത്തുവാൻ, കോൺഗ്രസിനെ ഇല്ലാതാക്കുവാൻ BJP-യും ഒപ്പം CPM-ഉം രൂപപ്പെടുത്തുന്ന ഒരു മുന്നണി
കേരളത്തിൽ അദൃശ്യമായി പ്രവർത്തിക്കുന്നുണ്ട് എന്ന് തന്നെ വ്യക്തമാണ്. കാരണം നമുക്കറിയാം ലോക്സഭാ ഇലക്ഷനിൽ എങ്ങനെ BJP എത്ര വോട്ട് കിട്ടുന്നു. എല്ലാ ലോക്സഭാ ഇലക്ഷനും ഈ അടുത്ത 1-2 ലോക്സഭാ ഇലക്ഷൻ എടുത്താൽ BJP വലിയ രീതിയിൽ വോട്ട് കിട്ടുന്നു. നിയമസഭാ ഇലക്ഷൻ വരുമ്പോൾ ആ വോട്ട് കിട്ടുന്നില്ല. എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നു? കാരണം ആ സാമുദായിക സംഘടന വോട്ടുകൾ, ചില സാമുദായിക സംഘടനയുടെ വോട്ടുകൾ അത് ലോക്സഭയിൽ BJPക്കും നരേന്ദ്രമോദിക്ക് അനുകൂലമായും നിയമസഭയിൽ അത് പിണറായി വിജയനും അനുകൂലമായി വരുന്നു എന്നത് തന്നെയാണ് ഏറ്റവും പരമപ്രധാന യാഥാർത്ഥ്യം. മറ്റൊന്നുകൂടി ഈ സംഘടനകളൊക്കെ വിശകലനം ചെയ്യുമ്പോൾ പുറത്തു വരുന്നൊരു പ്രധാനപ്പെട്ട വിവരം എന്ന് പറയുന്നത്, ഇപ്പോൾ ക്രൈസ്തവ സമുദായ സംഘടനകളൊക്കെ BJPയുമായിട്ടുണ്ടായിരുന്ന ഒരു മൃദു സമീപനം മാറ്റി. കാരണം ഉത്തരേന്ത്യയിൽ BJP അല്ലെങ്കിൽ സംഘപരിവാര പ്രവർത്തകർ അവിടുത്തെ ക്രിസ്ത്യൻ മിഷണറിമാർക്കും കന്യാസ്ത്രീകൾക്കും ക്രൈസ്തവ സ്ഥാപനങ്ങൾക്കും നേരെ നടത്തുന്ന അതിക്രമണങ്ങൾ അത് അവരെ കണ്ണു തുറപ്പിച്ചിട്ടുണ്ട്. കേരളത്തിലെ ക്രൈസ്തവ സംഘടനകളുടെ അവരിപ്പോൾ കോൺഗ്രസിനോടൊപ്പം UDFനോടൊപ്പം നിൽക്കുന്നു. അപ്പോൾ മറുഭാഗത്ത് CPM തീവ്ര ഹൈന്ദവത പറഞ്ഞ് വോട്ട് പിടിക്കുവാൻ ശ്രമിക്കുന്നു എന്നൊരു കാര്യം കൂടി വിശകലനം ചെയ്യപ്പെടുകയാണ്. എന്തായാലും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. CJP മുന്നണിക്ക് കോൺഗ്രസിനെ പരാജയപ്പെടുത്തുവാൻ കഴിയുമോ? UDFനെ പരാജയപ്പെടുത്തുവാൻ കഴിയുമെങ്കിൽ കഴിയും എന്ന് പരാജയപ്പെടുത്തുക, ഇല്ലെങ്കിൽ അഭിപ്രായം രേഖപ്പെടുത്തുക, ഇല്ലെങ്കിൽ ഇല്ല എന്ന അഭിപ്രായം രേഖപ്പെടുത്തുക. തൽക്കാലം ഈ വീഡിയോ ഇവിടെ വാങ്ങുന്നു. മറ്റൊരു വീഡിയോ കാണുന്നവരും നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.